ഇത് രണ്ടും തരുന്നത് അല്ലാഹുവാണല്ലോ. അതുകൊണ്ട് പടച്ചവനെ അൽഹംദുലില്ലാ പറയാൻ കഴിയണം സഹോദരാ. അത് എന്തുമാകട്ടെ എന്റെ പ്രിയപ്പെട്ടവരെ, ഗൗസുൽ ആലമിനെ കുറിച്ച് പറയുന്ന മാസമായിരുന്നല്ലോ. മഹാനായ മുഹയ്യിദ്ദീൻ ശൈഖിന്റെ ചരിത്രമെടുത്ത് വായിച്ചു നോക്ക്. പടച്ചവനെ, മഹാനവറുകളുടെ മുമ്പിൽ ഒരാൾ വന്നിട്ട് പറഞ്ഞു, തങ്ങള് അങ്ങയുടെ കഥാ ചരക്കുമായി വന്ന കപ്പല് മുങ്ങിപ്പോയി തങ്ങള്. മഹാനായ ഗൗസുൽ ആലമിനോട് പറയുമ്പോ അവിടെന്ന് പറഞ്ഞത് അൽഹംദുലില്ലാ, ലക്ഷങ്ങൾ നഷ്ടപ്പെട്ടു പോയപ്പോ സങ്കടമില്ല, നിലവിളിയില്ല, ഒന്നുമില്ല. മഹാനവറുകൾ പറഞ്ഞു അൽഹംദുലില്ലാ. പോയ പറഞ്ഞ മനുഷ്യന് പോലും അത്ഭുതം തോന്നിയടോ. പോയി പറഞ്ഞ മനുഷ്യന് പോലും അത്ഭുതം തോന്നുകയാണ്. പിന്നീട് കുറെ കഴിഞ്ഞു ഒരാൾ ഓടി ചെന്നിട്ട് പറഞ്ഞു, തങ്ങളെ നിങ്ങളുടെ ചരക്ക് കപ്പലല്ല, നിങ്ങളുടെ ചരക്ക് കപ്പലല്ല, മറ്റൊരാളുടെ ചരക്ക് കപ്പലാണ് മുങ്ങിപ്പോയത്. നിങ്ങളുടെ കപ്പലിനൊന്നും സംഭവിച്ചില്ല എന്ന് പറയുമ്പോഴും ഗൗസുൽ ആലം പറഞ്ഞത് അൽഹംദുലില്ലാ. ഒരു സന്തോഷവുമില്ലടോ, ഒരു മാറ്റവുമില്ലടോ. ആദ്യം അൽഹംദുലില്ലാ പറയുമ്പോ ഉള്ള അതേ അവസ്ഥ തന്നെയാണ്. പടച്ചവനെ, അങ്ങയുടേതല്ല വേറെ ആളുടേതാണെന്ന് പറഞ്ഞപ്പോഴും പ്രത്യേകമായിട്ടൊരു മാറ്റമൊന്നുമില്ല. ഇതാണ് സഹോദര